ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബംഗാൾ തിരഞ്ഞെടുപ്പ് എപ്പോഴും സവിശേഷമായ ഒന്നാണ്. എന്നാൽ സമീപകാലത്ത് നടക്കുന്ന പോരാട്ടം കേവലം ഭരണമാറ്റത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല, മറിച്ച് രണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ തമ്മിലുള്ള വലിയൊരു യുദ്ധമാണ്. ബംഗാളി അസ്മിത അഥവാ ബംഗാളി സ്വത്വവും BJP മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു പരിചയ് അഥവാ ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു പോരാട്ടം. എന്താണ് ഈ ബംഗാളി അസ്മിത? തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച പ്രധാന ആയുധമായിരുന്നു ഇത്. ബംഗാളിൻ്റെ സംസ്കാരം, ഭാഷ, നവോത്ഥാന നായകർ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രാദേശിക വികാരം. രവീന്ദ്രനാഥ് ടാഗോറും ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറും സുഭാഷ് ചന്ദ്രബോസുമൊക്കെ ഉയർത്തിപ്പിടിച്ച ആ മൂല്യങ്ങളെ തങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് മമതാ ബാനർജി ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നു. ബംഗാളിന് വേണ്ടത് ബംഗാളിൻ്റെ മക്കളാണ് എന്ന മുദ്രാവാക്യം ഈ സ്വത്വബോധത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മറുഭാഗത്ത് BJP ഉയർത്തിയത് ഹിന്ദു പരിചയ് അഥവാ ഒരു ഏകീകൃത ഐഡന്റിറ്റിയാണ്. ജയ് ശ്രീറാം വിളികളും മതപരമായ ധ്രുവീകരണവും വഴി ബംഗാളിലെ ഹിന്ദു വോട്ടുകളെ ഒരുമിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ബംഗാളിൻ്റെ തനതായ ദുർഗാപൂജയേക്കാൾ ഉപരിയായി ഉത്തരേന്ത്യൻ രീതിയിലുള്ള രാമനവമി ആഘോഷങ്ങളും മറ്റും രാഷ്ട്രീയ ആയുധങ്ങളാക്കി ഇവർ മാറ്റുന്നുണ്ട്. ബംഗാളിലെ ഹിന്ദുക്കൾക്ക് സ്വന്തം നാട്ടിൽ സുരക്ഷിതത്വം കുറവാണ് എന്നൊരു പ്രതീതി നിർമ്മിച്ചെടുക്കാൻ ഈ നീക്കം ലക്ഷ്യമിടുന്നുണ്ട്. ഈ പോരാട്ടത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു വിഷയമാണ് ഔട്ട്സൈഡേഴ്സ് എന്ന പ്രയോഗം. BJP നേതാക്കളെ ബംഗാളിൻ്റെ സംസ്കാരം അറിയാത്ത പുറത്തുള്ളവരായി തൃണമൂൽ ചിത്രീകരിച്ചു. ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നില്ല, മറിച്ച് ബംഗാളിൻ്റെ വൈകാരികമായ വശത്തെ തൊട്ടുണർത്തലായിരുന്നു. BJPയുടെ ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ എന്ന രാഷ്ട്രീയത്തെ ബംഗാൾ അംഗീകരിക്കില്ല എന്നാണ് ഇതിലൂടെ അവർ നൽകുന്ന സന്ദേശം. അന്തിമമായി നോക്കിയാൽ ബംഗാളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധ്യത അവരുടെ പ്രാദേശിക സ്വത്വത്തെ തന്നെയാണ്. മതപരമായ ഐക്യത്തെക്കാൾ ഭാഷാപരവും സാംസ്കാരികവുമായ ഐക്യത്തിന് അവർ മുൻഗണന നൽകുമെന്നാണ് വിശ്വാസം. BJPയുടെ വർഗീയ കാർഡിനേക്കാൾ മമതയുടെ പ്രാദേശിക കാർഡ് ഫലിക്കുമെന്ന് പലരും കരുതുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളും തമ്മിലുള്ള അകലം വരും കാലങ്ങൾ ബംഗാൾ രാഷ്ട്രീയത്തെ കലുഷിതമാക്കും എന്നതിൽ തർക്കമില്ല. ചുരുക്കത്തിൽ ബംഗാൾ തിരഞ്ഞെടുപ്പ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിനു വേണ്ടി കൂടി തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രാദേശിക സ്വത്വങ്ങൾ എത്രത്തോളം ശക്തമാണെന്നറിയാൻ വേണ്ടിയാണ്. ദേശീയ തരംഗങ്ങൾക്കിടയിലും സ്വന്തം സംസ്കാരത്തെയും ഭാഷയും മുൻനിർത്തി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നത് ജനാധിപത്യത്തിൻ്റെ മറ്റൊരു മുഖമാകുമെന്നാണ് എല്ലാവരും കരുതുന്നത്.